ശ്രീ കെ ജി സൈമൺ എന്നോടൊപ്പം ഉണ്ട്, മുൻ പോലീസ് ഓഫീസർ. ശ്രീ കെ ജി സൈമൺ, ഇത് ഒരു പ്രതി ഇത്ര കൊടും കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയ ഒരാൾ ഇങ്ങനെ വളരെ കൂളായി രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റം ഫെയിലിയർ അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ, അല്ലേ? താങ്കൾ അത് സമ്മതിക്കുമോ? സിസ്റ്റം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ ഉണ്ടായ അനുഭവം അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് അന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം 10-ാം നമ്പർ സെല്ലെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രതി അവിടെ ചാടുക എന്ന് പറയുമ്പോൾ തന്നെ അവനൊരു തോർത്ത് കെട്ടി അല്ലെങ്കിൽ തുണി കെട്ടിയിട്ട് മുകളിലോട്ട് വലിച്ചെറിഞ്ഞു. പിന്നെ അതൊക്കെ വളരെ ഭദ്രമായ രീതിയിൽ അവൻ കെട്ടി അതിന് മുകളിൽ കൂടെ ചാടുക എന്ന് പറയുന്നത് തന്നെ എത്ര സമയം എടുത്ത് കാണും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു കെട്ടിനൊന്നും മുകളിൽ ചെല്ലാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ CCTV ക്യാമറ ഉണ്ടായിരുന്നു പറയുന്നു. ഇതൊന്നും വാച്ച് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പോലും അല്ല. കാരണം സാധാരണ ജയിലുകളിലൊക്കെ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയുള്ളതാണ്, സൂക്ഷ്മതയുള്ളതാണ്, എല്ലാം ഉള്ളതാണ്. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ 4 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ നടപടികൾ തുടർച്ചയായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് 1-2 കാര്യം പറയാനായിട്ടുണ്ട്. അവിടെ ഫെൻസിങ്ങിനുണ്ടായിരുന്ന ലൈൻ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അത് സാധാരണ ഓഡിറ്റ് ഉള്ളതാണ്, ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് ഉള്ളതാണ്, ഇൻറ്റേർണൽ ഓഡിറ്റ് ഇൻറ്റേർണൽ ഇൻസ്പെക്ഷൻ ഉള്ളതാണ്. അതിന് ഇത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് പിന്നെ നന്നാക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതിന് ഗവൺമെൻറ് സാങ്ഷനൊന്നും വേണ്ട. അത് അവിടെ തന്നെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മതി. അതൊക്കെ അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. അതിന് അവിടുത്തെ ഡ്രസ്സുകൾ, ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ജനം ഇത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് രാവിലെ പോയി, വലിയ വിഷമമായിപ്പോയി. കേട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിപ്പോയി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പോൾ സുമതി പറഞ്ഞ പോലെ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. താങ്കൾ പറഞ്ഞതുപോലെ ഇതിപ്പോ 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ശരിയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പെട്ടെന്ന് ജയിൽ ചാടിപ്പോയാൽ ആ ദിവസം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആ ദിവസത്തെ ഒരു പിഴവ് എന്ന നിലയ്ക്ക് ചുരുക്കി കാണാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇത്. കാരണം ഇതൊരു ദീർഘകാലത്തെ പ്ലാനിങ് ഇയാൾക്കുണ്ട്. ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞു എന്ന് പോലും പറയുന്നു. പിന്നെ അയാൾ ഇത് മുറിക്കാനുള്ള പദ്ധതികളുമായി വന്നു. പിന്നെ അയാൾ ഡ്രസ്സ് കരുതി വെച്ചു എന്ന് വെച്ചാൽ അയാൾക്കൊരു ലോങ് ടേം പ്ലാൻ എടുക്കാൻ പറ്റി. ആ പ്ലാൻ ഒന്നും മനസ്സിലാവാതെ ഒരു ജയിൽ സിസ്റ്റം ഇങ്ങനെ കാഴ്ച കാണാതെ ഇരുന്നു എന്ന് വെച്ചാൽ ടോട്ടൽ അവിടുത്തെ സിസ്റ്റം കൊളാപ്സ് ആയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആർക്കും എന്ത് പ്ലാനിങ് നടപ്പിലാക്കി ചാടിപ്പോകാൻ കഴിയും വിധത്തിൽ. തീർച്ചയായിട്ടും പറഞ്ഞതിൻ്റെ വലിയൊരു അർത്ഥമുണ്ട്. കാരണം ഈ ഒരു നിമിഷം കൊണ്ട് ചാടിയ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഗേറ്റ് തുറന്നിട്ടു, അതിലൊരാൾ ചാടി ഇറങ്ങി ഓടി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബദ്ധത്തിച്ച് ഗേറ്റ് തുറന്നിട്ടാണ്, ഓക്കെ. എന്നാലും ഗേറ്റുകൾ തുറന്നെടുത്ത് 2 ഗേറ്റ് ഉണ്ട് അവിടെ. എല്ലാ കാര്യങ്ങളും വളരെ സുരക്ഷിതമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇയാൾ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിന് ഇപ്പം വേറെ ആർക്കും തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഒരു ജില്ലയിലൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കസ്റ്റഡി ഡെത്ത് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ആൻസറബിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ SP വരെയുള്ളൊരു ആൻസറബിൾ അവർ ചിലപ്പോൾ ഒരു പ്രതിയായിരിക്കും. പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു കസ്റ്റഡി ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CBIക്ക് തന്നെ അന്നേരം തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഗവൺമെൻറ്. കാരണം അത്ര ഗൗരവത്തിൽ ഗവൺമെൻറ് കാണുന്ന ഈ കാര്യങ്ങളെല്ലാം. ഞാനിവിടെ പറയുന്നത് ഒരു 2-3 ആൾക്കാർ നമ്മൾ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ല കാര്യം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയും ഇനി അതുണ്ടാകാത്ത വിധത്തിൽ അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അവൻ്റെ അടുത്ത് വേറെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഇത് ഗോവിന്ദസ്വാമിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. നാളെ മറ്റൊരാൾ ഇത് വരികയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെയും ജയിലിയാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ചാടുന്നത് ആരാണ്, അല്ലെങ്കിൽ അങ്ങനെ സിസ്റ്റം അവിടെ വരിക എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കേരള പോലീസ് സംബന്ധിച്ച് ഒരു ആക്ഷേപം പറയാനായിട്ടില്ല. ആക്ഷേപം പറയാനുണ്ടെങ്കിൽ തന്നെ എന്ത്